നമസ്കാരം. ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. ആലുവയിൽ നിന്നും കൊച്ചി വിമാനത്താവളം വഴി അങ്കമാലിയിലേക്ക് മെട്രോ മാർക്കിംഗ് തുടങ്ങി. ആലുവയിൽ നിന്നും കൊച്ചി വിമാനത്താവളം വഴി അങ്കമാലിയിലേക്ക് മെട്രോ സർവീസ് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കിംഗ് തുടങ്ങി. മൂന്നാം ഘട്ട പാതയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അങ്കമാലി പഴയ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം ദേശീയപാതയോരത്താണ് മാർക്കിംഗ് നടത്തിയത്. ഹരിയാന ആസ്ഥാനമായുള്ള കമ്പനിയാണ് മാർക്കിംഗ് നടത്തുന്നത്. വിശദ പദ്ധതി രേഖ 6 മാസത്തിനുള്ളിൽ തയ്യാറാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചി മെട്രോയുടെ വരവ് കാത്തിരിക്കുകയാണ് അങ്കമാലി. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടം എന്ന നിലയിൽ അങ്കമാലിയിലേക്ക് നീട്ടുന്നത്. 18 കിലോമീറ്റർ നീളമുള്ള പാതയാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള 3 കിലോമീറ്റർ ഏറെ ദൂരം ഭൂഗർഭ പാതയായാണ് വിഭാവനം ചെയ്യുന്നത്. കൊച്ചി വിമാനത്താവളം, അങ്കമാലി എന്നിവിടങ്ങളിലേക്ക് മെട്രോ നീട്ടുകയാണെങ്കിൽ ജില്ലയുടെ വടക്കൻ മേഖലയിൽ വൻ വികസന കുതിപ്പുണ്ടാകും. അങ്കമാലി മേഖലയിൽ നിന്നും പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ആലുവ, എറണാകുളം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജോലിക്ക് പോകുന്നത്. ഈ യാത്രക്കാരിൽ ഭൂരിഭാഗവും KSRTC, ട്രെയിൻ എന്നിവയെയാണ് ആശ്രയിക്കുന്നത്. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേക്ക് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അങ്കമാലി ആലുവ ദേശസാൽകൃത റൂട്ടായതിനാൽ KSRTC ബസ്സുകളെ ആശ്രയിച്ചാണ് അങ്കമാലിയിൽ നിന്നുള്ള യാത്രക്കാർ ആലുവയിലേക്ക് പോകുന്നത്. പല സമയങ്ങളിലും KSRTC ബസ്സുകൾ കിട്ടാറില്ല. ദേശസാൽകൃത റൂട്ടായതിനാൽ കരിയാട്, ദേശം എന്നിവിടങ്ങളിൽ സ്പർശിക്കാതെ സ്വകാര്യ ബസ്സുകൾ ആലുവയ്ക്ക് പോകണമെന്നാണ് ചട്ടം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും KML 2 ബസ്സുകളാണ് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അങ്കമാലി, കൊച്ചി വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് മെട്രോ നീട്ടുകയാണെങ്കിൽ ഇത്തരം യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരമാകും. വിശാല കൊച്ചിയുടെ പരിധിയിലുള്ള കറുകുറ്റി വരെ മെട്രോ നീട്ടണമെന്നാണ് അങ്കമാലിക്കാരുടെ ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.